എടവപ്പാതി പെയ്തിറങ്ങണ് എടവപ്പാതി പെയ്തിറങ്ങണ് കിനാവ് കണ്ട മാന്തളിർ വിറച്ചു നിക്കണ. എല്ലാ കാലത്തും പ്രസക്തമായ ഒരു അനുഭവത്തിന്റെ കഥയാണ് ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഉയരുന്ന പർവ്വതനിരകളുടെ നടുവിൽ ലോകത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് അകന്നുപോയ ഒരു ചെറു ഗ്രാമമുണ്ടായിരുന്നു. അതിന്റെ ശാന്തത, മനോഹാരിത, പ്രകൃതിയോടുള്ള സമാഗമം എല്ലാം അതിന്റെ പ്രത്യേകതയായിരുന്നു. അവിടുത്തെ വായു ശുദ്ധമായിരുന്നു. വെള്ളം സ്ഫടിക സമാനം തിളങ്ങുമായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ഗ്രാമവാസികൾ ലളിതമായ സന്തോഷഭരിതമായ ജീവിതം നയിച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾ വയലുകളിൽ കൃഷി ചെയ്തു. കുഞ്ഞുങ്ങൾ മഴയിലും വെയിലിലും ഓടിക്കളിച്ചു. മുതിർന്നവർ പഴങ്കഥകൾ പങ്കുവച്ചു. പ്രകൃതി അവരുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിരുന്നു. മരങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി, കാറ്റ് പഴംപാട്ടുകൾ പാടി, പർവ്വതങ്ങൾ കാവലാളുകളായി അവരോടൊപ്പം നിന്നു. ഗ്രാമവാസികൾ വിശ്വസിച്ചു, ഈ സന്തോഷം എന്നും നിലനിൽക്കും. എന്നാൽ സ്വാർത്ഥതയും ആർത്തിയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ചിലർ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ഭൂമിയെ തുരന്നുകൊണ്ടേയിരുന്നു. അവർ അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കാൻ മടിച്ചു. ഭൂമിയുടെ കരുത്തിനെ വെല്ലുവിളിച്ചു. ഒരു ദൗർഭാഗ്യകരമായ ദിവസം ഭൂമി വിറച്ചു. ആകാശമിരുണ്ടു. മലനിരകളിൽ കാതടപ്പിക്കുന്ന മുഴക്കം മുഴങ്ങി. ഉരുൾപൊട്ടലിന്റെ കനത്ത പ്രഹരത്തിൽ ഗ്രാമം കല്ലും മണ്ണും കൊണ്ട് മൂടപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ജീവനുകൾ നഷ്ടമായി. കുടുംബങ്ങൾ ശിഥിലമായി. ഇതൊരു കഥ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടുമുള്ള മുന്നറിയിപ്പാണ്. സ്വസ്ഥമായ സ്വച്ഛമായ തേയിലത്താഴ്വാരം. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായൊരിടം. സ്വർഗതുല്യമായ ഭൂമി. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമത്തില് നാട് വിശന്നു തുടങ്ങിയപ്പോൾ 1940കളിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടുംബങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കപ്പയും കാച്ചിലും നടാനായി മലബാറിലേക്ക് മല കയറിയവരിൽ ഒരു വിഭാഗം വെള്ളാർമലയുടെ താഴ്വാരത്തിലുമെത്തി. കൃഷി വ്യാപിച്ചു. റോഡ് വന്നു. വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഉയർന്നു. മസ്ജിദും അമ്പലവും ചർച്ചുമെല്ലാമുള്ള സർവമത സംഗമഭൂമിയിൽ മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിച്ചു. തോട്ടം തൊഴിലാളികളുടെ പുതുതലമുറ സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും കർഷകരും പ്രവാസികളും ഒക്കെയായി. വയനാടിന്റെ അഭിമാനമായ കലാകാരന്മാരും കായിക താരങ്ങളും ഉണ്ടായി. ലോക ടൂറിസം മാപ്പിൽ വയനാടിന്റെ ചിത്രം കൂടുതൽ തെളിച്ചം നേടിയതോടെ ഈ തേയിലത്താഴ്വാരത്തിൽ 100 കണക്കിന് റിസോർട്ടുകളും സാഹസിക ടൂറിസം സംരംഭങ്ങളും വന്നു. സഞ്ചാരികളുടെ സുന്ദര നിമിഷങ്ങൾ റീലുകളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മുണ്ടക്കയും ചൂരൽമലയും പിന്നെ കുറേയേറെ നല്ല മനുഷ്യരും. വയനാട്ടിലെ മൂന്നാറായിരുന്നു ഇവിടം. പൂമാന പന്തലി നല്ലോ
അണിയാണി അണിയാലേ ഉഴുതുമാച്ചേ മണ്ണീനെ മാറോടു ചേർത്തു പീച്ചേ അന്യരില്ലാത്തോരു കൂടും ചാമച്ചേ ഉയരുന്ന ഉയരേന്റെ കനലിൽ കോത്ത കരുകാർമാരുടെ കനവല്ലേ നിലവിൽ കാടോട് കടലോട് അരുമായ മാറി തോളോടു തോളിങ്ങേ ഒരു മാപ്പേരുത്തേ കാർമൂകി നാടകൾ ആടിവൂ ഒരു കുമ്പിൽ അലിവിന്റെ കനിവും ചോഞ്ഞേ കുളിക്കാറ്റിൻ വായ്ത്താരി താരാട്ട മാറി കുനുകൂനോ മുളവന്നേ തണുമണ്ണിൽ സൂര്യ അതിരറ്റ കൂട്ടിൻ്റെ കൂത്താട്ടും പാട്ടും